അതായത് 1 കോടി റുപ്യേൻ്റെ വണ്ടി വെറും 3 ലക്ഷം രൂപയ്ക്ക് കേട്ടോ. ഇത് നമ്മൾ 3 ലക്ഷത്തിന് കൊടുക്കും. 3 ലക്ഷം രൂപയ്ക്ക് 25+ മൈലേജ് ഉള്ള 13 വണ്ടി അല്ലേ? അതെ അതെ, നല്ല ക്ലീൻ വണ്ടി. ഇത് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. നല്ല സീറ്റ് കവർ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പ് ആട്ടോ ഇന്റീരിയർ. ഇത് നോക്കിയാൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലേ വരിക. മാക്സിമം ഓഫർ ഇവിടെ 15 ലക്ഷം ഒക്കെ ചോദിക്കുന്ന വണ്ടി നമ്മൾ കൊടുക്കുന്നത് 13,20,000. 13,20,000 17 മോഡൽ. അതല്ല ഞാൻ പറയുമ്പോൾ ഒരു വണ്ടി മോഡിഫൈ ചെയ്യാൻ ഇത് ഇങ്ങനെ ചെയ്യണം. അതെ അതെ, എന്താ ഒരു നീറ്റ് എന്നറിയോ? വില നമുക്ക് 6,25,000 കൊടുക്കാം. പേപ്പർ ആക്കിട്ടോ? അല്ല, NOC. ഇതൊക്കെ നല്ലൊരു ഓഫർ റേറ്റ് 4,30,000 കൊടുക്കാം. അടിപൊളി. 4,30,000 ഇതാ 11 ടൈപ്പ് 4 ആക്കിയ വണ്ടി. നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിൽ ഇതുവരെ വീഡിയോ ചെയ്യാത്ത ഒരു ഷോറൂമിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഈ മൊറയൂർ, അതായത് മലപ്പുറം ജില്ലയിൽ പാലക്കാട് റൂട്ടിൽ, അതായത് കോഴിക്കോട് ടു പാലക്കാട് ഹൈവേയിൽ തന്നെ മൊറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. ഈ മൊറയൂർ പോലത്തെ നമ്മൾ ഒരുപാടധികം വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഒരുപാടധികം വണ്ടികൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഒരുപാടധികം ആൾക്കാർ ഇവിടെ വന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ PMA കാർസിലാണ് കേട്ടോ. PMA കാർസിൽ നമ്മൾ ഇതുവരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇവരൊരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഉള്ളത് ഏറ്റവും കൂടുതലുള്ള വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നിരന്ന് കിടക്കുന്നത് ഇന്നോവ തന്നെയാണ്. അതിൻ്റെ പുറമെ നിങ്ങൾക്ക് നല്ല റേറ്റിൽ നല്ല വില കുറച്ച് തരാൻ പറ്റുന്ന കുറച്ചധികം വണ്ടികൾ ഇവിടെ വേറെ ഉണ്ട്. മിക്കവാറും വണ്ടികളൊക്കെ എന്താ പറയുക നമ്മുടെ ഈ വണ്ടികൾ തന്നെയാണ്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നൊരു കേസുണ്ട്, നിങ്ങൾ യൂസ് കാർ പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുക്കുക. ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഗതിയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. വിലക്കുറവല്ല ഒരിക്കലും. നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണെങ്കിൽ അതിപ്പോൾ ഏതാണെങ്കിലും, യൂസ്ഡ് ആണെങ്കിലും ഇപ്പോൾ റീ ആണെങ്കിലും എന്താണെങ്കിലും ഏത് ടൈപ്പ് വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്വാളിറ്റിയുള്ള വണ്ടികൾ വിൽക്കുന്ന സ്ഥലങ്ങളിലും വീഡിയോകളിൽ മാത്രമേ ഇപ്പോൾ നമ്മൾ ചെയ്യാറുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി കുറേ വണ്ടികൾ കാണിച്ചു തരാം. മെയിനായിട്ട് പറയേണ്ടത് മാക്സിമം വിലക്കുറവിൽ. ഇവിടുത്തെ വിലക്കുറവൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ, നിങ്ങൾ ഞെട്ടിയിരിക്കും എന്തായാലും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ. അപ്പോൾ എന്തായാലും പുതിയ ഷോറൂമാണ്, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമ്മുടെ PMA കാർസിൽ ഇന്ന് നമ്മുടെ കൂടെ വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാൻ വേണ്ടി നമ്മുടെ അൻവർക്ക നമ്മുടെ റോഡ് മാസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യമായിട്ടല്ലേ ഒരു വീഡിയോ എടുക്കുന്നത്? നിങ്ങളെ വീഡിയോ നമ്മളൊന്നും കാണലുണ്ട്. അതായത് നിങ്ങളെ വീഡിയോ ഞാനും കാണാറുണ്ടായിരുന്നു. അതായത് ഒരുവിധം ചാനലിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് അല്ലേ? ഒറ്റ കാര്യം ചോദിക്കട്ടെ, നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ഓഫറിൽ കൊടുക്കണം. നല്ല ഓഫർ പ്രൈസിന് ഇന്നോവകളൊക്കെ നല്ല വില കുറച്ചിട്ടാണ് കൊടുക്കാൻ പറ്റുള്ളൂ. ഫോർച്യൂണർ, ഇന്നോവ, പ്രീമിയം കാറൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ പിന്നെ വണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ, മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ക്വാളിറ്റിയുള്ള വണ്ടികളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ അടിപൊളിയല്ലേ? ക്വാളിറ്റി മാക്സിമം നല്ല വണ്ടി. പിന്നെ റീ രജിസ്റ്റേർഡ് വണ്ടികളാണ്. ചെറിയ ബമ്പർ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു 100 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ അവർക്ക് എവിടെ വർക്ക്ഷോപ്പിലും കൊണ്ടേ ചെക്ക് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യാം. 100 കിലോമീറ്റർ സറൗണ്ടിങ്ങിൽ എവിടെ 100-150 ആവട്ടെ അവരെ വർക്ക്ഷോപ്പിൽ അവർക്ക് ഇഷ്ടമുള്ള വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് അവർക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ നിങ്ങളെ എന്തായാലും നമുക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുവിധം എല്ലാ വണ്ടികളും ഉണ്ട്. അതായത് ഇന്നോവ ഉണ്ട്, അതുപോലെ തന്നെ ചെറുവണ്ടികളുണ്ട്. അതിന്റെ പുറമെ ഇതാ പ്രീമിയം വണ്ടികൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നോവ എന്നങ്ങ് തുടങ്ങാമല്ലേ? എല്ലാവരും ജനപ്രിയ സാധനം ഇന്നോവ ആണല്ലോ. അപ്പോൾ ഇതിപ്പോൾ ഏതാ മോഡലൊക്കെ? ഇത് 2016 മോഡലാണ്. 16 ആണ്. ഇതൊക്കെ റീ തന്നെയല്ലേ? റീ ആണ്, നമ്പറായ വണ്ടി. അതിൽ കേരള വണ്ടി ഉണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേക്കേ. അത്യാവശ്യം നല്ല നീറ്റ് അല്ലേ വണ്ടി? കുഴപ്പമൊന്നുമില്ല. ക്രിസ്റ്റന്റെ അലൈവില് കാര്യങ്ങളൊക്കെ ചെയ്തു. അതെ, ഞാൻ ഓവർ ഇന്റീരിയർ ഒന്നും എല്ലാത്തിന്റെയും കാണിക്കുന്നില്ല. ഒരുവിധം വണ്ടികളൊക്കെ ഏകദേശം ഈ ഒരു ക്വാളിറ്റി തന്നെ നല്ല വൃത്തിക്ക് നിൽക്കുന്ന വണ്ടികളാട്ടോ. പിന്നെ ഇത് 16 വണ്ടി വീലൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്നോവന്റെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ലല്ലോ? മേജർ ആയിട്ടില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പിന്നെ ഇതില് കിലോമീറ്റർ എത്രയായിരിക്കും? ഇതില് കാണിക്കുന്നത് 1 സംതിങ് ആണ്. ജെനുവിന് നമ്മൾ റീ രജിസ്റ്റേർഡ് വണ്ടികൾക്ക് ഒന്നിനും ഗ്യാരണ്ടി ഇല്ല അല്ലേ? പിന്നെ ഇന്നോവയ്ക്ക് അങ്ങനെ കംപ്ലൈന്റും വരും. RC ബുക്ക് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാം. അവർക്ക് ഇഷ്ടം എടുക്കണേ എടുത്തോട്ടെ അല്ലേ? ഓക്കെ, ഇതിപ്പോ വില വെക്കട്ടെ. 16 വണ്ടിക്ക് എന്ത് വില ഉണ്ട്? ഇത് നമ്മൾ 9,25,000 ചോദിക്കുന്നത്. 16 വണ്ടി 9,25,000 നെഗോഷ്യബിൾ അല്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നല്ലോണം കുറയില്ലേ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഇതാണെങ്കിലോ? ഇത് 2015 മോഡൽ. 15 ആണ്. അതെ, ഇതും അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി കേട്ടോ. ഒരുവിധം വണ്ടികളൊക്കെ നല്ല. ഇതിപ്പോ ഞാൻ കാണിക്കട്ടെ, ഇത് വരുമ്പോഴേ എങ്ങനെയാണോ നിങ്ങൾ കൊണ്ടിട്ട് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യൂലേ? ഇതൊക്കെ നല്ല ക്ലീൻ ആട്ടോ, ഒരു കുറ്റം പറയാനില്ല. ഇതൊക്കെ നമുക്കിപ്പോ എന്ത് റേറ്റ് വരും? ഇത് 7,80,000 രൂപ കൊടുക്കാം. 15 മോഡൽ 780 നെഗോഷ്യബിൾ അല്ലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിൽ മേജർ റീപ്ലേസ് ഉണ്ടോ? മേജർ ആയിട്ടുള്ളതൊന്നുമില്ല, ചെറിയ മൈനർ കേസുകളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും ഞാൻ എല്ലാത്തിനും ഞാൻ റീപ്ലേസ് ചോദിക്കുന്നത്, നമുക്ക് വേഗം കുറെ അധികം വണ്ടികൾ കാണിക്കാനുള്ളത് നമുക്ക് വേഗം എടുത്തു അല്ലേ? അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2015 മോഡലാണ്. കർണാടക പ്രൈവറ്റ് ആണ്. ബാംഗ്ലൂരൊക്കെ അഡ്രസ്സുള്ള ആളുകൾക്കൊക്കെ പറ്റിയ വണ്ടിയാണ്. അത് പേര് മാറ്റാണ്ട് തന്നെ അവിടെ പ്രൈവറ്റ് വണ്ടിയാണ്, ടാക്സി അല്ല. അതെ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ വണ്ടി. അതും 15 മോഡലാണ്, ഗ്രേ കളറാണ്. ഇത് കിലോമീറ്റർ ഇത് കിലോമീറ്റർ 180 ആണ് കിലോമീറ്റർ. ഉറപ്പൊന്നും പറയണ്ട, ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും ചെയ്യും അല്ലേ? കർണാടകയിൽ ബാംഗ്ലൂരൊക്കെ സെറ്റിൽ ആയ ആളുകൾക്ക് പറ്റിയ വണ്ടിയാണ്. ഓക്കെ, ഇത് നമുക്ക് എന്തെങ്കിലും കൊടുക്കാം? ഇത് നമ്മൾ 7,80,000 കൊടുക്കാം. 15 വണ്ടി 780 തന്നെ. കർണാടക പ്രൈവറ്റ് 15 വണ്ടി 2 ഉണ്ട് 780 റേഞ്ചിൽ. അതുപോലെ തന്നെ ഇതാണെങ്കിലോ?
ഇത് 2013 നല്ലൊരു ഓഫർ റേറ്റിന് കൊടുക്കാം. ഓഫർ റേറ്റിലുള്ള 13V ആണെന്ന് തോന്നുന്നല്ലോ. V ആണ് വണ്ടി. നല്ല അലോവിയിലും കാര്യങ്ങളൊക്കെ. കേരള നമ്പറായി 7 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് മിനിഞ്ഞാന്ന് എടുത്തിട്ടുള്ളൂ. അടിപൊളി. ഇതിന്റെ സീറ്റൊക്കെ അടിപൊളി കേട്ടോ. പിന്നെ V ആയതുകൊണ്ട് V എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതെ അതെ. പിന്നെ എല്ലാവിധ സംഗതികളും കമ്പനി ഫിറ്റ് ആയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ളൊന്നുമില്ല. പുതിയ ഇൻഷുറൻസ് 7 ലക്ഷം IDV നമ്മൾ എടുത്തിട്ട് ഈ വണ്ടി അത്രയും ഓഫറിലാണ് 6,50,000 നമ്മൾ എടുക്കുന്നത്. കേരള നമ്പറായ വണ്ടിയാണ്. 6.5 ലക്ഷം രൂപയ്ക്ക് അല്ലേ? 13V ആണ്. 13V. അതെ. 13 ഫുൾ ഓപ്ഷൻ വണ്ടി 6,50,000 രൂപ. അത് ഓൾമോസ്റ്റ് ഫുൾ ലോണും കയറില്ലേ? മാക്സിമം ഫുൾ ലോൺ കയറും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 7 ലക്ഷം IDV ഇല്ലേ? അതെ, 7 ലക്ഷം IDV ഉണ്ട്. അപ്പൊ എന്തായാലും 6 എന്ന് പറയുമ്പോൾ എന്തായാലും മാക്സിമം ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? നല്ല പ്രൈസ് ആട്ടോ. നിങ്ങൾ മിസ് ചെയ്യണ്ട, നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഈ സിൽവർ ആണെങ്കിലോ അല്ല, സോറി, 2013 മോഡൽ തന്നെയാണ്. V തന്നെയാണ്. 13V തന്നെയാണ് അല്ലേ? ഇതിന്റെയൊക്കെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ഒരു എല്ലാ വണ്ടി നല്ല കട്ട ടയറൊക്കെ നല്ല കണ്ടീഷനുള്ള ടയറാണ്. പിന്നെ ഒരുവിധം എല്ലാ വണ്ടികളിലും ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആട്ടോ. എല്ലാം ഞാൻ ഓവറായിട്ട് എടുത്ത് കാണിക്കുന്നില്ല. ഏത് വണ്ടീനെ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ അയച്ചു തരും. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇതിപ്പോ എന്താ വില? ഇത് നമ്മൾ 7,25,000 കൊടുക്കാം. 7,25. ഓക്കെ. 13 തന്നെ 2 ടൈപ്പ് വണ്ടി ഉണ്ട് അല്ലേ? അത് നിങ്ങൾ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തെടുത്തോളൂ. മാക്സിമം ചെക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ചെയ്ത് കൊടുക്കും. ഒരാളും ഒരു കുറ്റം പറയരുത് കേട്ടോ. ചെക്ക് സർവീസ് ഹിസ്റ്ററി കമ്പനിയിലോ എവിടെ അവർക്ക് വേണ്ട ഏത് ഷോറൂമിലോ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊണ്ടുപോകാം. ചെക്ക് ചെയ്യാം അല്ലേ? ചെക്ക് ചെയ്യാം. ഓക്കെ. ഇതാണെങ്കിലോ ഡൽഹി? ഇത് 2013V തന്നെയാണ്. 13V തന്നെ. ഓ, 13 ഇപ്പൊ 3 ആയിട്ടോ വണ്ടി. ഇതും നല്ല നീറ്റ് ആട്ടോ. ഓവറോൾ കാണാൻ വൃത്തിയുണ്ട്. ബാക്കി ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. ഒരു 5.5 ലക്ഷത്തിന് NOC കേരളത്തിൽ എവിടെയും വേണമെങ്കിൽ NOC എടുത്തു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഒരു 70 റുപ്യ വരെ, 60 റുപ്യ ഒക്കെ ഉണ്ടായാല് പേപ്പർ ആക്കാം. ഓക്കെ. അതായത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 60 റുപ്യ എന്ന് പറയുമ്പോഴും ഒരു 6,20 റേറ്റിലേ വരുള്ളൂ. ഇതിപ്പോ നമ്മൾ വില എത്ര പറഞ്ഞേ? 5.5 ലക്ഷത്തിന് കൊടുക്കാം നമുക്ക്. 5.5 ലക്ഷത്തിന് NOC 6,10 6,20 കേരള നമ്പർ ആയിട്ട് വരുള്ളൂ. അടിപൊളി. അപ്പൊ ആ കാണിച്ചതിനേക്കാളും വില കുറവാണല്ലോ. വില കുറവിലാണ് അല്ലേ? ഓക്കെ. 13V ആണ്. നേരത്തെ നമ്മളിവിടെ 8 ലക്ഷം ഒക്കെ ചോദിച്ചിരുന്ന വണ്ടിയാണ്. മാക്സിമം കുറച്ച് സ്റ്റോക്ക് ഔട്ട് ചെയ്തിട്ട് പുതിയ സ്റ്റോക്ക് കയറ്റാന്നുള്ള അത്രേ ഉള്ളൂ. ഇതൊക്കെ വിറ്റ് തീർക്കാട്ടോ. നിങ്ങൾ നിങ്ങൾ പോന്നാ എടുത്തിട്ടേ പോകുള്ളൂ. അപ്പൊ 13V 5.5 ലക്ഷത്തിന് 6,10 6,20 കേരള നമ്പർ ആക്കി പേപ്പർ ആക്കി എടുക്കാം അല്ലേ? അത് ഗംഭീര ഓഫർ ആട്ടോ. വണ്ടി ചെക്ക് ചെയ്തെടുത്തോ. ഇതാണെങ്കിലോ? ഇത് 12 G4. 12 G4. അതെ. കിലോമീറ്ററോ? കിലോമീറ്റർ നമ്മൾ സംസാരിക്കേണ്ട ഒരു 1 സംതിങ് അതിൽ കാണിക്കുന്നേ. അതൊന്നും നോക്കണ്ട. പിന്നെ ഇന്റീരിയർ ഒക്കെ അടിപൊളി കേട്ടോ. ഈ പഴയ വണ്ടിയാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ടയർ ഭാഗങ്ങളും എല്ലാം ഓക്കെയാണ്. 12 G4 ആണ്. ഇത് കേരളത്തിൽ എവിടെ നമുക്ക് നമ്പർ ആക്കിയിട്ട് 5.5 ലക്ഷത്തിന് കൊടുക്കാം. നല്ല ക്വാളിറ്റി ഉണ്ട്. കേരള നമ്പറിൽ 5,50,000 കൊടുക്കാം. 12 വണ്ടിയാണ് ആലോചിക്കണം അല്ലേ? അത് ടൈപ്പ് 4 നല്ല വൃത്തിയുള്ള വണ്ടി. ഇനി ഇതാണെങ്കിലോ? ഇത് 2011 G4 ആണ്. 11 G4. ഇത് ടൈപ്പ് 4 ആക്കിയതല്ലേ? ടൈപ്പ് 4 ആക്കിയതാണ്. ഇതിന്റെ ഇന്റീരിയർ കൂടി കാണിച്ചു കേട്ടോ. ഇനി പഴയ വണ്ടികളൊക്കെ ആകുമ്പോൾ ഇന്റീരിയർ ഒക്കെ നോക്കിയാൽ സ്റ്റിയറിംഗ് ഒക്കെ നോക്കിയേ. ഈ സ്റ്റിയറിംഗ് ഒക്കെ മാറ്റി ചെയ്താലേ? G4 സ്റ്റിയറിംഗ് ഇട്ടാണ്. പുതിയ മോഡൽ സ്റ്റിയറിംഗ് ഇട്ടതാണ്. അപ്പം എന്തായാലും നല്ല വൃത്തിയുള്ള സ്റ്റിയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കിലോമീറ്റർ മാത്രം ചെക്ക് ചെയ്യുക. വണ്ടീൻ്റെ അവസ്ഥ നോക്കിക്കോളാം. പിന്നെ ടൊയോട്ട ആയതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും വരില്ല അല്ലേ? അതെ അതെ. 11 വണ്ടി എന്ത് വില? ഇതൊക്കെ നല്ലൊരു ഓഫർ റേറ്റ് 4,30,000 കൊടുക്കാം. അടിപൊളി. 4,30,000 11 ടൈപ്പ് 4 ആക്കിയ വണ്ടി. ഫ്രണ്ടിലെ മുഴുവൻ സാധനവും മാറിയതാണ് അല്ലേ? ടൈപ്പ് 4 ആക്കിയ വണ്ടി. തട്ടിയിട്ടൊന്നുമില്ലല്ലോ അല്ലേ? മേജർ ആയിട്ടുള്ളൊന്നുമില്ല. ഇല്ല. ചെറിയ ബമ്പറൊക്കെ എന്തായാലും ഉണ്ടാവും അല്ലേ? 11 മോഡല് 15 വർഷത്തോളം ആകാൻ പേപ്പർ ആക്കിയിട്ടല്ലേ നിങ്ങൾ 11? ഇനി ഒരു 5 വർഷത്തെ പേപ്പർ ആണെങ്കിൽ ഒരു 15,000 തന്നാൽ 5 വർഷത്തെ പേപ്പർ നമുക്ക് എടുത്തു കൊടുക്കാം. 15,000 റുപ്യ എക്സ്ട്രാ വരുള്ളൂ. അപ്പോൾ 5 വർഷത്തെ റിന്യൂവൽ ആയി കഴിഞ്ഞാൽ വലിയ ചാർജ് വരുന്ന ജനങ്ങൾ ചിന്തിക്കണേ. 15,000 രൂപ വരുള്ളൂ ടാക്സ് റിന്യൂവൽ എടുക്കാൻ വേണ്ടി 5 വർഷത്തിൽ. അതായത് 4,45,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ഫുൾ ക്ലിയർ ആക്കി 2030 വരെ പേപ്പർ എടുത്ത് കൊടുക്കും. അടിപൊളി. അത് മാത്രം നോക്കിയാൽ നിങ്ങൾ ചെയ്ത് കൊണ്ടുപോയിക്കോ. ഇനി ഇതാണെങ്കിലോ? വെള്ള ഇത് 2008 മോഡലാണ്. 8 ആണല്ലേ? ഇതും പേപ്പർ ആക്കിയതാട്ടോ. 8 വണ്ടി. ഇത് പുതിയ പേപ്പർ എടുത്താണ് വണ്ടി. ഇത് 8 വണ്ടിയാണെങ്കിൽ പോലും ഇന്റീരിയർ കണ്ടോ നിങ്ങൾ? അത്യാവശ്യം നല്ല നീറ്റാട്ടോ. ഈ ഡോർ പാഡ് ഒക്കെ ബ്ലാക്ക് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയുണ്ടല്ലോ വണ്ടി കാണാൻ. അത്യാവശ്യം കുഴപ്പമില്ല. 8നെ അപേക്ഷിച്ച് നല്ല വൃത്തിയുണ്ട്. പിന്നെ പുറമേ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഇന്റീരിയർ അടിപൊളിയാണ്. 2008 ഇതൊക്കെ നല്ലൊരു പ്രൈസ് 3,25,000 കൊടുക്കാം. 3,25,000 8 വണ്ടി അല്ലേ? ടൈപ്പ് 4 ആക്കിയ വണ്ടി. ടൈപ്പ് 4 ആക്കിയ വണ്ടി. അത് നല്ല ക്ലീൻ വണ്ടി കേട്ടോ. അതെ അതെ. ഇതൊക്കെ മാക്സിമം വില കുറയൂല്ലേ? ഇനി എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരാം. അതായത് 3,25,000 രൂപ. അതെ. ഇനി ഇതോ? ഇത് ഒറിജിനൽ കേരള KL11 AC കോഴിക്കോട് രജിസ്ട്രേഷൻ മോഡലോ? ഇത് 2008 മോഡൽ തന്നെയാണ്. 2030 വരെ പേപ്പർ 29 വരെ പേപ്പറുണ്ട്. അടിപൊളി. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടോ? അതൊക്കെ ഫുള്ള് പണിത വണ്ടി കേട്ടോ. സീറ്റ് കവറൊക്കെ നല്ല അടിപൊളി സീറ്റ് കവർ. 7 സീറ്റർ അല്ലേ? ഒറിജിനൽ കേരള ആണ് വണ്ടി. ഒറിജിനൽ കേരള 2008 മോഡൽ കേട്ടോ. ഇതിപ്പോ നമുക്ക് കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ അതിന് 2,40 കാണിക്കണം. കേരള വണ്ടി ആയതുകൊണ്ട് ചിലപ്പോ ഉറപ്പ് നമ്മൾ പറയുന്നില്ല. ഇതിപ്പോ നമുക്ക് എന്താ? ഇത് 3,40,000 കൊടുക്കാം. 3,40,000 ഇൻഷുർ ഒക്കെ ചെയ്തിട്ട്. ഞാൻ ടു ബി ഫ്രാങ്ക് ഒരു കാര്യം ചോദിക്കട്ടെ. നല്ല വണ്ടിയാണെങ്കിൽ കേരള ആയാലും റീ ആയാലും വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. റീ ആണെങ്കിലും എന്തൊരു കുഴപ്പമില്ല. ടയോട്ട ഇന്നോവനെ സംബന്ധിച്ചിടത്തോളം 9 ലക്ഷം ഓടി വണ്ടി വരുന്നുണ്ട് എറണാകുളത്ത്. നാളെ 10 ലക്ഷത്തിന്റെ ഓടിയന്റെ ഇതായിരുന്നു.
അതിന്റെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാല് ഒരു കുഴപ്പമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കേരളത്തിൽ ഇറങ്ങിയ ഇന്നോവയും ഡൽഹിയിൽ ഇറങ്ങിയ ഇന്നോവയും വണ്ടി ഒന്നും തന്നെയാണ്, വണ്ടി ക്വാളിറ്റി പക്കയാണ്. അവിടെ യൂസ് ചെയ്യുന്ന ആളുകൾ സർവീസ് ഓയിൽ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പൊ ഇതാട്ടോ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് ഇഷ്ടാനുസരണം എടുക്കാൻ പാകത്തിനുള്ള മോഡൽ ഉണ്ട്. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് അവർക്ക് ചെക്ക് ചെയ്യാം. അതെ, നമ്മളെവിടെ വർക്ക്ഷോപ്പിൽ ചെക്ക് ചെയ്യണമെന്നല്ല, അവരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് എവിടെ വേണോ സൗകര്യം. 2 ദിവസം നമ്മളെടുത്ത് ഒരു ഫോർച്യൂണർ കസ്റ്റമർ എടുത്തു, പാലക്കാട് നെന്മാറ അവരൊരു വർക്ക്ഷോപ്പ് പറഞ്ഞു, അവിടെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഒരു ഡ്രൈവറെയും വെച്ചിട്ട് അവരെ കൊണ്ടുപോയി കാണിച്ചു. ഡീസലിന്റെ പൈസ അവർ തന്നു, അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് അവർ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്യാഷ് ആയിട്ട് പോകുന്നു. നെന്മാറ 150 കിലോമീറ്റർ ഓടിച്ചിട്ട് ഞാൻ പോയി. അടിപൊളി. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തരും. അടുത്തൊരു ലോ ബഡ്ജറ്റ് വണ്ടിയാണ്, സ്കാലയാണ്. പണ്ട് ഇറങ്ങിയ കാലത്ത് 12 ലക്ഷം രൂപ വില ഉണ്ടായിരുന്ന വണ്ടിയല്ലേ. യാത്രക്ക് നല്ല സുഖമുള്ള വണ്ടിയാണ്, അടിപൊളി വണ്ടിയാട്ടോ. സത്യം പറഞ്ഞാൽ ഈ വണ്ടിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി അറിയാവുന്നവർക്ക് അറിയാം. പിന്നെ റെനോൾട്ടിന്റെ ആണ് ഈ ഒരു മോഡൽ ആയതുകൊണ്ട് അത്യാവശ്യം മോഡലുണ്ട്. 15 മോഡലുള്ള വണ്ടി. അത് 15 മോഡൽ ഉണ്ട് അല്ലേ. ഇത് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലല്ലോ, കീ സ്റ്റാർട്ട് ആണ്. RXL ആണ്, RXZ ലാണ് ബട്ടൺ സ്റ്റാർട്ട്. അതെ, RXL ആണ്. നല്ല അടിപൊളി ഇന്റീരിയർ. പക്ഷെ ഇതിന്റെ അകത്തേക്ക് ക്ലൈമറ്റ് കൺട്രോൾ AC അടക്കം വരുന്ന ഒരു കമ്പനി സ്റ്റീരിയോ ക്ലൈമറ്റ് AC ഒക്കെ വരുന്നുണ്ട്. സെഡാൻ വണ്ടി അല്ലേ, നല്ല വൃത്തിയുള്ള വണ്ടി, യാത്രക്ക് നല്ല സുഖമുള്ള വണ്ടിയാണ്. സണ്ണിന്റെ സെയിം പ്ലാറ്റ്ഫോം. അത് ഞാൻ ചോദിക്കുന്നത്, ഇത് നല്ല മൈലേജ് കിട്ടൂലേ? 20-22 എന്തായാലും കൺഫേം ആണ് അല്ലേ. ഇത്രയും വലിയൊരു വണ്ടി. അതെ അതെ. ഇത് നമുക്ക് എന്ത് വിലയുണ്ട്? ഇത് 2,40,000 15 വണ്ടി, 15 മോഡൽ, കേരള നമ്പർ ആയ വണ്ടിയാണ്. വേറെ കാര്യം, കിലോമീറ്റർ 1 സംതിങ് ജനുവിന് ആവാൻ സാധ്യത ഉണ്ട്. ഇത് പേപ്പർ ആയതല്ലേ, കേരള നമ്പർ ആയ വണ്ടി. ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. വണ്ടി എന്തായാലും നല്ല നീറ്റാണ്, ഒരു കുറ്റം പറയാനില്ല. ഇനി ഇതാണെങ്കിലോ, ഇത് CNG പെട്രോൾ ഓട്ടോമാറ്റിക് ഐറ്റൻ ആണ്. അടിപൊളി. CNG ഉണ്ട്, കമ്പനി CNG ഉണ്ട്. അതായത് 20 മേലെ മൈലേജ് കിട്ടും കേട്ടോ. അതെ, RC-ലൊക്കെ എൻഡോസ് ചെയ്താണ്. എൻഡോസ് ചെയ്താലേ. ഇത് കൊള്ളാട്ടോ. അതും പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി, CNG ചെയ്ത് അങ്ങനെ ചെറിയ വണ്ടി ഓട്ടോമാറ്റിക്. മെയിൻ ക്ലാസ് അടക്കം ഒറിജിനൽ ആണ്, കേരള നമ്പർ ആയ വണ്ടിയാണ്. ഇത് പേപ്പർ ആക്കിയതാ. മോഡൽ ഏതാ? 2012 മോഡൽ. 12 മോഡൽ. ഇപ്പൊ പക്ക 5 വർഷത്തെ പേപ്പർ എല്ലാം ഉണ്ടാവില്ലേ? 2027 പേപ്പർ ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ലല്ലോ, മേജർ ആയിട്ടുള്ള മെയിൻ ഫ്രണ്ട് ഗ്ലാസ് അടക്കം ഒറിജിനൽ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും വിലയോ? ഇത് 2,40,000 കൊടുക്കാം. അത് നെഗോഷ്യബിൾ ആവൂലേ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ വണ്ടിയും നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതായത് 20 മേലെ മൈലേജ് കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് ചെറിയ വണ്ടി വേണമെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യരുത്, നോക്കിയിട്ട് ചെക്ക് ചെയ്ത് എടുത്തോളൂ കേട്ടോ. അതേ ഞാൻ പറയുള്ളൂ. ചെക്ക് ചെയ്യണം, എല്ലാവരും ചെക്ക് ചെയ്യണം. നമ്മളിത് വർക്ക്ഷോപ്പ് ഷോറൂമിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ടാവും, ചില വർക്ക്ഷോപ്പ് ആൾക്കാരുണ്ട്, അവരുടെ ഇഷ്ടത്തിന് അവർക്ക് ചെക്ക് ചെയ്യാം. അതെ. ഇനി ഇതാണെങ്കിലോ, ഇത് ചെറിയൊരു ആക്സിഡന്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. വാഗണർ അല്ലേ. ബോണറ്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് ഉണ്ട്. പറഞ്ഞിട്ട് നമുക്ക് അറിവുള്ള കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മോഡൽ 15 VXI ആണ്. ഇത് 2,25,000 കൊടുക്കണം. 15 VXI. അതായത് മേജർ എപ്രോൺ തട്ടിയിട്ടുണ്ടോ? അപ്രോൺ ഇല്ല, ബോണറ്റ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്. എപ്രോൺ തട്ടിയിട്ടില്ല? ഇല്ലല്ല, ചേസിലേക്ക് എത്തിയിട്ടില്ല. ചേസിലേക്കൊന്നും എത്തിയിട്ടില്ല. ഗ്യാരണ്ടിയാ? ഷോറൂമിൽ ഹിസ്റ്ററിയിൽ ഇങ്ങനെ ആക്സിഡന്റ് ഉള്ളതുണ്ട്, അതുകൊണ്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതായത് 15 വണ്ടിക്ക് നോർമലി ഒരു 3-3.25 മേലെ വിലയില്ല. അതുണ്ട്. ഇത് നമ്മൾ 2.25 ചോദിക്കണുള്ളൂ, എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അതും VXI. അതെ, VXI. അടിപൊളി. 2.25 ലക്ഷം രൂപ ആസ്കിങ് മാത്രമാണ്, അതും നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്. ഇത് പക്ഷേ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇല്ല, നല്ല മെക്കാനിക്കാണ്. ഒരാഴ്ച അവർ ഉപയോഗിച്ചിട്ട് മെക്കാനിക്കൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ തിരിച്ചു പോകണം, അത്രേ ഉള്ളൂ അല്ലേ. ഇതിലും കൂടുതലൊക്കെ എന്ത് ഗ്യാരണ്ടി കൊടുക്കാനല്ലേ ഈ വണ്ടിന്റെ കാര്യത്തിൽ കേട്ടോ. പെട്രോൾ VXI വാഗണർ ആണ്. 15 മോഡൽ വണ്ടി, VXI ഫുൾ ഓപ്ഷൻ വണ്ടി, നിങ്ങൾക്ക് 2,25,000 രൂപ, അതും നെഗോഷ്യബിൾ പ്രൈസിൽ ഫുൾ ലോണിൽ 1 രൂപ പോലും കൊടുക്കണ്ടല്ലേ. ഫുൾ ലോൺ കിട്ടും. ഇതൊക്കെ കേരള വണ്ടി തന്നെയല്ലേ? ഇത് ഒറിജിനൽ കേരള. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, വേറെ അങ്ങനെ ആക്സിഡന്റ് ഹിസ്റ്ററി ഉണ്ട്. ഞാൻ പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നും, വേറെ ഒരു പ്രശ്നമില്ല. ഒരാഴ്ച കാര്യങ്ങളൊക്കെ പക്കയല്ലേ? ഒരാഴ്ച അവർ ഓടിച്ചിട്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോകണ്ട, അത്രയും കണ്ടീഷനാണ് ഈ വണ്ടി. അതുകൊണ്ട് ഞാൻ പറയണേ. ശരി, ഇതാണെങ്കിലോ? ഇത് CNG ഇപ്പൊ ഞാൻ ഇവിടുന്ന് 55,000 കൊടുത്തിട്ട് കേരളത്തിൽ ഞാൻ CNG കയറ്റിയതാണ്. ഇവിടുന്ന് കയറ്റിയതാ. CNG ചെയ്തു അല്ലേ? 2008 മോഡൽ. എറണാകുളത്തേക്ക് ഞാൻ പോയിട്ട് ആകെ 700-800 രൂപയ്ക്ക് അങ്ങോട്ടും 700 രൂപയ്ക്ക് ഇങ്ങോട്ടും 1,400 രൂപേന്റെ ഡീസൽ CNG അടിച്ചിട്ട് പോയിട്ട്. അടിപൊളി. ഒരു 20 മേലെ മൈലേജ് ഉണ്ടോ? എന്തായാലും കിട്ടും. പിന്നെ വേറൊരു ഗുണമുണ്ട്, പെട്രോൾ ആണ് അല്ലേ? പെട്രോള് നല്ല യാത്രാ സുഖം, നല്ല സുഖമാണ്. ഒരു ലക്ഷറി കാറിൽ പോണ യാത്രയാണ്. അത് മാത്രമല്ല, കംപ്ലൈന്റ് തോന്നുന്ന സാധനം നോക്കണ്ട. ടയോട്ട പെട്രോൾ വണ്ടിയാണ്. അതെ. ഈ CNG ചെയ്തുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല? ഒരു കംപ്ലൈന്റും ഇല്ല. ടയോട്ടന്റെ എഞ്ചിൻ അല്ലേ, വണ്ടി കിട്ടില്ല വണ്ടിയല്ലേ? 55,000 കൊടുത്തിട്ട് ഞാൻ ബില്ലടക്കം കയ്യിലുണ്ട്. ഞാൻ ഇവിടുന്ന് CNG മോഡൽ ഏത്? 2009 മോഡൽ. 9 ആണല്ലേ? 2029 വരെ പേപ്പറും ഉണ്ട്. ശരി, അപ്പോ മേജർ പ്രശ്നങ്ങളൊന്നും മേജർ ഒന്നുമില്ല. നമ്മളിവിടെ ചോദിച്ചിന് 2.25 ഇപ്പൊ നമ്മളൊരു ഓഫർ പ്രൈസ് ആയതുകൊണ്ട് 2,25,000 കൊടുക്കും വേണ്ടി. ഈ CNG അടക്കം 55,000 കൊടുത്തിട്ട് ബില്ലടക്കം കയ്യിലുണ്ട്. ഏകദേശം 5 മാസമായിട്ടുള്ള ഞാനിത് CNG കയറ്റിയിട്ട്. അതെ അല്ലേ? 2,25,000 രൂപ. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും ഈ പ്രൈസിൽ അത് ഈ ഒരു സ്പെക്കുള്ള സാധനം കിട്ടൂല അല്ലേ? ഇല്ല, നല്ല യാത്രാ സുഖം പറഞ്ഞാൽ യാത്രാ സുഖം, നല്ല യാത്രാ സുഖമുള്ള ഒരു വണ്ടി. അത് ഗ്യാരണ്ടി പറയാം. അതെ അതെ. ഓക്കെ, എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോട്ടോ. ചെക്ക് ചെയ്തിട്ട് കമ്പനി സ്റ്റീരിയോ, അലൈവില് ക്ലൈമറ്റ് കൺട്രോൾ, AC, 2 എയർ ബാഗ്, എല്ലാം
ഓട്ടോമാറ്റിക് സീറ്റ് അടക്കമുള്ള വണ്ടിയാണ്. എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ ഒരു രാജാവിനെയാണ് കാണിക്കുന്നത് കേട്ടോ. മെഴ്സിഡീസ് ബെൻസിന്റെ എസ് ക്ലാസ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സാധനം നിങ്ങൾ ഇങ്ങനെ ഈ ലോ ബഡ്ജറ്റിന്റെ കൂടെ കൊണ്ടുവന്നിടരുത് കേട്ടോ, മോശമാണത്. ഇതൊക്കെ ഒരു 3-3.5 ലക്ഷം കൊടുത്താൽ അതിന്റെ ഫേസ് ലിഫ്റ്റ് മേബാക്കിന്റെ കിറ്റ് കിട്ടും. അതായത് ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത് ഇറങ്ങിയ ഇത് മോഡൽ ഏതാണെന്ന് പറയാം. ഇത് 2006 മോഡൽ. ഇറങ്ങിയ കാലത്ത് അതും 2006 ഏകദേശം 1 കോടി രൂപ വിലയുള്ള വണ്ടിയല്ലേ? അതെ അതെ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ 2006 1 കോടി എന്ന് പറഞ്ഞാൽ എന്ത് മൂല്യം ഉണ്ടെന്നല്ലേ? ആ സാധനമാണ് ഈ കിടക്കുന്നത്. അതായത് S350 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഡീസൽ അല്ലേ? പെട്രോൾ ആണ് അല്ലേ? കംപ്ലൈന്റും കുറവായിരിക്കും അല്ലേ? കംപ്ലൈന്റ് കുറച്ച് കുറവായിരിക്കും. മൈലേജ് ഒക്കെ എന്താ അവസ്ഥ? മൈലേജ് 10ന്റെ താഴെ കിട്ടുള്ളൂ. അതായത് ഇതിന്റെ ഇന്റീരിയർ നിങ്ങൾ കണ്ടോ, എന്താ ക്ലീൻ കണ്ടോ ഇന്റീരിയർ? അതായത് അന്നത്തെ കാലത്ത് ഇതിലുള്ള ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തല ഇറങ്ങും കേട്ടോ. 2006 ഒരു വണ്ടിയിൽ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ നമ്മൾ ചിന്തിച്ചു പോകും. അത്ര നീറ്റ് ഇന്റീരിയർ ഒക്കെയാണ്. സിമ്പിളായിട്ട് പറഞ്ഞ സീറ്റ് ഉണ്ട് അല്ലേ? ഡോറിന്റെ ഇവിടെ കണ്ടോ എന്തൊക്കെ ഐറ്റംസ് ആണ്? ഏതാ? ഫ്രിഡ്ജ് വരെ ഉണ്ട്. അതെ അതെ അതെ. ആ സാധനമാണല്ലോ നിങ്ങൾ ഇവിടെ ഈ ലോക്കൽ ഇതിന്റെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു 3 ലക്ഷം റുപ്യ കൊടുത്ത് നമുക്ക് കംപ്ലീറ്റ് ഫേസ് കൊടുത്താൽ ഏകദേശം 1.5 കോടിന്റെ മേബാക്ക് ആയി അല്ലേ? എന്താ ബ്ലാക്ക് കളർക്ക് ബ്ലാക്കോ വൈറ്റോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിക്കും ഒരു കപ്പൽ തന്നെ കേട്ടോ. എന്നാ നീളാന്നറിയോ? അതായത് രാജാവായിട്ട് ഇരുന്ന് യാത്ര ചെയ്യുക, അതാണ് മെയിൻ ഗുണം. ഇതിപ്പോ ശരിക്കും 2006 പറഞ്ഞല്ലോ, കിലോമീറ്റർ ഒന്നും ഞാൻ പറയണ്ട. മേജർ പ്രശ്നം ഉണ്ടോ? ചെറിയ മെക്കാനിക്കൽ ചെറിയ വർക്കുകളൊക്കെ തട്ടുമുട്ട് പണികൾ എടുക്കാണ്ടല്ലേ? ഇത് നമുക്ക് എന്ത് വിലക്ക് കൊടുക്കാം? നമ്മളിവിടെ 3 ലക്ഷം റുപ്യാണ് ചോദിക്കണത്. 3 ലക്ഷം റുപ്യോ ചോദിക്കണത്? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 2 ചില്ലറയ്ക്ക് കൊടുക്കാം അല്ലേ? എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. അടിപൊളി. അതായത് 1 കോടി റുപ്യന്റെ വണ്ടി വെറും 3 ലക്ഷം രൂപയ്ക്ക് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ 2006 ഇതൊക്കെ കണ്ട് മോഹിച്ചവരുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തമാക്കാം അല്ലേ? എന്തായാലും നോക്കിക്കോട്ടെ, ഇതൊക്കെ ഇപ്പോഴേ കിട്ടുള്ളൂ ഈ പറഞ്ഞ കണ്ടീഷനിൽ. അതുപോലെ തന്നെ എറ്റിയോസ് ഉണ്ടല്ലോ ഒരെണ്ണം. എറ്റിയോസ് സെഡാണ്, ഡിക്കിയുള്ള വണ്ടി. മോഡൽ ഏതാ? ഒറിജിനൽ കേരള 2012 മോഡൽ. 12 അല്ലേ? അതെ. ഒറിജിനൽ കേരള എന്ന് പറയുമ്പോൾ കിലോമീറ്റർ അറിയോ? കിലോമീറ്റർ 1.30. ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ അതെ. പ്ലാറ്റിനം ആക്കിയിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല നീറ്റാണ്. 12 മോഡലാണ്. കിലോമീറ്റർ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട് അല്ലേ? പിന്നെ എന്തെങ്കിലും വേറെ അപാകത ഉണ്ടോ? വേറെ മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. ഓക്കെ, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമ്മൾ 2.60 കൊടുക്കാം. 2.60 12 വണ്ടി, അതും ഈ പറഞ്ഞ പോലെ ഇതാക്കിയത് കേരള വണ്ടി. കേരള ഒറിജിനൽ കേരള പ്ലാറ്റിനം വണ്ടി അല്ലേ? അതെ അതെ. ഓക്കെ, അത് ഒറിജിനൽ കേരള കേട്ടോ. 2.60 തരുന്നത്. അതുപോലെ തന്നെ ഒരു വണ്ടി ഉണ്ടല്ലോ എറ്റിയോസ്, 2013 ലീവാണ്. 13 ലീവ. അപ്പൊ ഇതും നിങ്ങൾക്ക് പ്ലാറ്റിനം ആക്കിയതാണ് കേട്ടോ. ഡീസൽ അല്ലേ? ഡീസൽ. അതെ, നല്ല വൃത്തിയുണ്ടോ വണ്ടി? സെക്കൻഡ് ഓണർ വണ്ടി. ഇത് കേരള വണ്ടി തന്നെയാ? കേരള വണ്ടി. അടിപൊളി കേരള വണ്ടി കേട്ടോ. അതും 13 മോഡലാണ്. ഇത് 25+ മൈലേജ് ആട്ടോ. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. അപ്പൊ അതുണ്ടോ? ചെറിയ മൈനർ മേജർ ആയിട്ടുള്ളതൊന്നും. അതായത് മെക്കാനിക്കലി വണ്ടി പക്കയാണോ? മെക്കാനിക്കലി ഫുള്ളാണ്. ഇന്റീരിയർ നല്ല ക്ലീൻ ആണ്. മെക്കാനിക്കൽ എഞ്ചിനും ഗിയർ ബോക്സിനൊക്കെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും. അത് ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനൊരു കംപ്ലൈന്റും വരും. സർവീസ് ചെയ്താൽ മതി. റീപ്ലേസ് ഉണ്ടോ? മേജർ ആയിട്ടുള്ളതൊന്നും ഒന്നുമില്ല. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമ്മൾ 3 ലക്ഷത്തിന് കൊടുക്കും. 3 ലക്ഷം രൂപയ്ക്ക് 25+ മൈലേജ് ഉള്ള 13 വണ്ടി അല്ലേ? നല്ല ക്ലീൻ വണ്ടി. ഇനി ഇതാണെങ്കിലോ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക്കാ. ഓട്ടോമാറ്റിക് വണ്ടി നോക്കണവർക്കൊക്കെ. CNG ഇല്ലല്ലോ? CNG ഇല്ല. CNG വേണമെങ്കിൽ നമുക്ക് പുതിയ കയറ്റി കൊടുക്കുകയാണെങ്കിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ 10-55 റുപ്യ ചെയ്ത് കൊടുക്കാം അല്ലേ? അതെ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മോഡൽ ഏതാ പറഞ്ഞത്? ഇത് 2008 മോഡൽ. 8 അല്ലേ? പേപ്പർ ഉണ്ടല്ലോ അല്ലേ? 2029 പേപ്പർ ഉണ്ട്. ഇത് കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം. നല്ല സീറ്റ് കവർ, സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പ് ആട്ടോ ഇന്റീരിയർ. ഇത് നോക്കിയാൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലേ വരിക. എല്ലാം വർക്കിംഗ് ആണല്ലോ അല്ലേ? എല്ലാം വർക്കിംഗ്. ശരി. ഇതിപ്പോ നമുക്ക് എന്താ പ്രൈസ്? ഇത് നമ്മൾ 2,25,000 എന്താ അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2.25 ഓട്ടോമാറ്റിക് ഇത്രയും വലിയ വണ്ടി. കൊറോള ഇത് വേണേ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് ഫേസ് ലിഫ്റ്റ് ടൈപ്പ് 2 ചെയ്യാൻ പറ്റും. ഓക്കെ. അത് മാത്രല്ല കളറും ഒന്ന് ചേഞ്ച് ചെയ്ത് അടിപൊളിയാണ്. ബ്ലാക്കോ വൈറ്റോ ഒക്കെ ആക്കിയാൽ അടിപൊളിയാവും. അതെ. ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. വെറും 2,25,000 രൂപ ഇതാ ഓട്ടോമാറ്റിക് കിഡിലം വണ്ടി. ഒരു വാഗണർ കൂടി കാണിച്ചു കൊടുത്താലോ? ഇത് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ 2017 വെറും 60,000 കിലോമീറ്റർ ഓടി. 17-60 ഓടിയുള്ളൂ അല്ലേ? ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം. ഇന്റീരിയർ ഒക്കെ VX തന്നെയല്ലേ? അതെ VX. നല്ല നീറ്റ് ഇന്റീരിയർ ആട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വേറെ പ്രശ്നങ്ങൾ എന്ന് പറയാം? കറക്റ്റ് ജെനുവിൻ ആണ്. സിംഗിൾ ഓണർ അല്ലേ? ഓക്കെ. ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് വരും? ഇത് നമ്മളിവിടെ 3,20,000 കൊടുക്കാം. 17 വണ്ടിയോ? 17. അടിപൊളി. 3,20,000 2017 വണ്ടി എടുക്കാം കേട്ടോ. അതൊക്കെ മുതലാണ്. മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല. വണ്ടി മേജർ പ്രശ്നമൊന്നുമില്ല. ഒരാഴ്ച 10 ദിവസം നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അടിപൊളി. 3,20,000 കുറയോ? റേറ്റ് കുറയോ? ചെറിയ പൈസ ചെറുതായിട്ട് എന്തെങ്കിലും കുറച്ച് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ നോക്കിയിട്ട് എടുത്തോ. നല്ല അടിപൊളി പ്രൈസിൽ. അടുത്തായിട്ട് നമുക്ക് നല്ല 1-2 സാധനങ്ങൾ കാണിച്ചു കൊടുക്കാം അല്ലേ? സാധനങ്ങൾ കാണിച്ചു കൊടുക്കാം. അടിപൊളി. അതായത് 2 ക്രിസ്റ്റ 2 ഫോർച്യൂണർ
ഫസ്റ്റ് ക്രിസ്റ്റ KL10 ഇതേതാ മോഡല്? ഇത് 2016 മോഡൽ Z ഓട്ടോമാറ്റിക്. 16 Z ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് വണ്ടി കേട്ടോ. ഇതാണ് ലാസ്റ്റ് വന്ന വേരിയന്റ്. ഇതിന്റെ മേലെ വേറൊരു വേരിയന്റ് ഇല്ല. ഇന്റീരിയർ ഒക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ആട്ടോ, ഒരു കുറ്റവും പറയാനില്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ കമ്പനി വന്നൊക്കെ നല്ല വൃത്തിക്കുണ്ട്. 1,59,665 കിലോമീറ്റർ ആണ്. ജെനുവിൻ ആണ് അല്ലേ? ഇത് കേരള വണ്ടിയാ? കേരള നമ്പർ ആയ വണ്ടി. നമ്പർ ആയതല്ലേ? നല്ല വൃത്തിയാണ് വണ്ടി. അതായത് 2.8 Z ഓട്ടോമാറ്റിക് ആണ്. ബ്രേക്ക് ലൈറ്റ് ഒക്കെ നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ട്, ഒക്കെ മാറ്റി ചെയ്താ അല്ലേ? ഇതിപ്പോ മേജർ ആക്സിഡന്റ് ഉണ്ടോ? മേജർ ആയിട്ടുള്ളൊന്നുമില്ല, ചെറിയ മൈനർ വിഷയങ്ങളൊക്കെ എന്തെങ്കിലും. മേജർ ആയിട്ടുള്ളൊന്നും. എന്ത് വിലയുണ്ട് ഇത് നമ്മൾ 15,65,000 കൊടുക്കാം. 15,60,000 കേരള നമ്പർ ആയ പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ആലോചിക്കണം. Z ഓട്ടോമാറ്റിക് ആണ്. 15,60,000 എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ അല്ലേ? അതെ, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഒന്നും ചെയ്യണ്ട, പേപ്പറൊക്കെ ആയതാ കേട്ടോ. അടുത്തത് ഇതാണെങ്കിലോ? ഇത് നല്ലൊരു വില കൊടുക്കാം നമുക്ക്. 2017 മോഡൽ V ആണ്. ഓഫർ അല്ലേ? മെനിഞ്ഞാന്ന് 4 ദിവസം മുമ്പ് 15 ലക്ഷം IDV പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ടെയിൽ ലൈറ്റ് ഒക്കെ മാറ്റി ചെയ്താട്ടോ, നല്ല വിലയുള്ള സാധനം കേട്ടോ. അതൊക്കെ ഇന്ത്യയിലും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് V അല്ലേ? V ആണ്. 17 V ആട്ടോ. ബട്ടൺ സ്റ്റാർട്ട്, ക്ലൈമറ്റ് AC ഒക്കെ വരുന്ന മാനുവൽ ആണെന്നേ ഉള്ളൂ. അതെ. ഇത് കിലോമീറ്ററോ? ഇത് കിലോമീറ്റർ 2 ലക്ഷം ഓടിയുണ്ട്. 2 ലക്ഷം. ജെനുവിനാ? ജെനുവിൻ സർവീസ് ഉള്ള വണ്ടി. ശരി, എന്ത് വിലയുണ്ട്? ഇത് നമുക്ക് മാക്സിമം ഓഫർ ഇവിടെ 15 ലക്ഷം ഒക്കെ ചോദിക്കുന്ന വണ്ടി നമ്മൾ കൊടുക്കുന്നത് 13,20,000 13,20,000 17 മോഡൽ V. 17 V 13,20 കേട്ടോ. നല്ല പ്രൈസാ അല്ലേ? നല്ല പ്രൈസാണ്. ഫുൾ ഓണും കയറില്ലേ? മാക്സിമം ഫുൾ ഓൺ കയറും. 13 കയറും. ഉറപ്പായിട്ട് കയറും. ഫുൾ ഓൺ ഉറപ്പാണ് കേട്ടോ. 17 മോഡല് V വണ്ടി മാനുവൽ നിങ്ങൾ നോക്കിക്കോളൂ. എവിടെയും കിട്ടൂല, നമുക്ക് ഗ്യാരണ്ടി പറയാം. ഈ റേറ്റിന് എവിടെയും കിട്ടൂല. ആ ക്വാളിറ്റി വേണം കേട്ടോ. അതെ. ഇനി ഇതാണെങ്കിലോ? 11 4x4 മാനുവൽ. അടിപൊളി. 11 മോഡൽ 4x4 മാനുവൽ. ഒരുപാടധികം ആൾക്കാർ തപ്പി നടക്കുന്ന സാധനം കേട്ടോ. TRD സ്കേർട്ടിങ്ങും അലൈവില് കാര്യങ്ങളൊക്കെ കമ്പനി ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ഇത് ഫുള്ളി കൺവേർട്ട് ചെയ്തല്ലേ? തട്ടിയിട്ടൊന്നുമില്ലല്ലോ? അലൈവിൽ അടക്കം കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. തട്ടിയിട്ടൊന്നുമില്ല, മേജർ ആയിട്ടുള്ള തട്ടൊന്നും. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ലൈക്ക് ഇത് 4 വീൽ ആയതുകൊണ്ട് നല്ല അടിപൊളി ഇന്റീരിയർ ആട്ടോ. അതായത് സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. 4 വീലിന്റെ ഗിയർ ഒക്കെ അവിടെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ അല്ലേ? അതെ. ഇതിപ്പോ നമുക്ക് എന്ത് പ്രൈസ് ഉണ്ട്? 4x4 മാനുവൽ 11 മോഡൽ. ഈ വണ്ടി നമ്മൾ 8.5 ലക്ഷത്തിന് കൊടുക്കും. 8.5 ലക്ഷം രൂപയ്ക്ക് 11 വണ്ടിയാ? അതെ, ലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി. സൂപ്പർ. 5 വർഷത്തേക്ക് പേപ്പർ ആണെങ്കിൽ 15,000 16,000 റുപ്യ കിട്ടിയാൽ 5 വർഷത്തേക്ക് പേപ്പറും കിട്ടും. അല്ലേ? 11 മോഡൽ 4 വീൽ ഡ്രൈവ് മാനുവൽ 8.5 ലക്ഷം. ഇതൊക്കെ എടുക്കുന്ന ആൾക്കാർക്കുള്ള വലിയൊരു സംശയമാണ്. ഈ റിന്യൂവൽ ചെയ്യാൻ 50,000 70,000 ഒക്കെ വരുന്നു. വെറും 18,000 റുപ്യ മാക്സിമം വരും. ചെയ്തു വരുള്ളൂ അല്ലേ? ടാക്സ് കൂടി ഞാൻ ചെയ്ത് കൊടുക്കും. 5 വർഷത്തെ പേപ്പർ എടുത്ത് കൊടുക്കും. 5 വർഷത്തെ പേപ്പർ നമുക്ക് എടുത്ത് കൊടുക്കാം. മേജർ ആക്സിഡന്റ് ഇല്ലെന്ന് ഉറപ്പല്ലേ? ഉറപ്പാണ്. ഗ്യാരണ്ടി അല്ലേ? ഇതെല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. റിന്യൂവൽ 50,000 70,000 ഒക്കെ വരുന്നു. ആകെ 18,000 റുപ്യ മാക്സിമം, അതിന്റെ താഴെ വരുള്ളൂ. അടുത്തത് ഒരു മുതലാണ് കേട്ടോ. അതായത് പണി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കണം അല്ലേ? ഒരുപാട് പൈസ പറ്റിയ വണ്ടിയാണ്. അതല്ല ഞാൻ പറയുമ്പോൾ, ഒരു വണ്ടി മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അതെ. എന്താ ഒരു നീറ്റ് എന്നറിയോ? ഇത് മോഡൽ ഏതാ ബ്രോ? ഇത് 14 മോഡൽ. 14 ആണ് അല്ലേ? അത് ടെയിൽ ലൈറ്റ് അടക്കം മാറ്റി എല്ലാം വൃത്തിയാക്കിയിട്ട് ശരിക്കും എന്താ പറയാ, കണ്ണാടി പോലെ ഉണ്ട് അല്ലേ? അതെ, ബ്ലാക്ക് കളർ. 14 മോഡലാണ്. ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 170 ഓടി. അതായത് ഇത് 2 വീൽ ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. അതെ. അതുപോലെ തന്നെ അതാ ആൻഡ്രോയിഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റിയറിംഗ്, എല്ലാ സംഗതിയും നല്ല മുത്ത് പോലെ ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട്. പിന്നെ പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഹെഡ്ലൈറ്റ് ഒക്കെ നല്ല വിലയില്ലേ? നല്ല റേറ്റ്. ഒരു 40,000 അടുത്ത് ഹെഡ്ലൈറ്റിന് 2 വരുന്നുണ്ട്. ടെയിൽ ലൈറ്റിന് ഒരു 15,000 വരുന്നുണ്ട്. അങ്ങനെ റേറ്റ് വരും. അത്രയും വൃത്തിയുള്ള ഒരു വണ്ടി ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് വണ്ടി പക്കയല്ലേ? തട്ടിയിട്ടൊന്നുമില്ല? മേജർ ആയിട്ടുള്ള ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ എടുത്തോട്ടോ. ബ്ലാക്ക് കളർ ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഇതേപോലെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ ചോദിക്കുന്നത്. കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചാണ്. ഹെഡ്ലൈറ്റ്, ജാർ സ്പോട്ടിന്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. ഇതിപ്പോ നമുക്ക് 14 വണ്ടിയാന്ന് പറഞ്ഞു. ഇത് എന്ത് വിലയുണ്ട്? ഇത് മാക്സിമം ഓഫറിൽ നമുക്ക് 13 ലക്ഷത്തിന് കൊടുക്കാം. 13 ലക്ഷത്തിന്? അതെ. ഈ 14 മോഡൽ വണ്ടി ഒരു പണി എടുക്കാത്ത വണ്ടി ഈ വിലയില്ലേ? ഈ റേറ്റ് ഉണ്ട്. 13-13.5 എല്ലായിടത്തും ഉള്ള റേറ്റ്. ഓൾമോസ്റ്റ് ഒരു 1.5 ലക്ഷം രൂപ കയറ്റിയിട്ടുണ്ട്. 1.5 മേലുണ്ടാവും. ഹെഡ്ലൈറ്റും ബ്രേക്ക് ലൈനും തന്നെ ഏകദേശം 75,000 രൂപ. അതെ. ആ സാധനമാണ് നിങ്ങൾക്ക് 13 ലക്ഷം രൂപയ്ക്ക് അല്ലേ? അതെ. അത് നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇൻഷുറൻസ് 14 ലക്ഷം IDV പുതിയതുണ്ട്. 14 ലക്ഷത്തിന്? അതെ. പിന്നെ പൈസ ഒന്നും മുടക്കണ്ടല്ലോ. ഒരു 12-12.5 13 വരെയൊക്കെ പ്രൊഫൈൽ റെഡി ആണെങ്കിൽ കിട്ടും. ഫുൾ ഓൺ തന്നെ ചെയ്ത് കൊടുക്കാം. പ്രൊഫൈൽ റെഡി ആണെങ്കിൽ കിട്ടും. 14 മോഡലുള്ളതുകൊണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ, കിഡിലൻ സാധനം മിസ് ചെയ്യണ്ട. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് നമുക്ക് ഒരു 3-4 വണ്ടി കൂടി കാണിച്ചു തന്നെ അവസാനിപ്പിക്കാം കേട്ടോ. ഈ കൊറോള ഏതാ മോഡൽ? കൊറോള 2014 G ആണ്. സോറി, കൊറോള അൾട്ടിസ് ഡീസലാണ് വണ്ടി. ഡീസലാണ്. മൈലേജിന്റെ ഉഷാർ മൈലേജ്. യാത്ര കംഫർട്ട് ഒക്കെ ഉള്ള വണ്ടി. ഈ മോഡൽ ഏതാ പറഞ്ഞത്? 14 മോഡൽ. 14 ആണ്. നല്ല നീറ്റ് ഇന്റീരിയർ.
ഒരു കുറ്റവും പറയാനില്ല. ഇത് ഏതാ ജിയാ? ജി ആ, ഒരു മിഡിൽ ഓപ്ഷൻ എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ? ഡീസലിൽ ജി. ഓക്കെ. ഇത് നമുക്ക് കിലോമീറ്ററോ? ഇത് 2 ലക്ഷം ഓടിയുണ്ട്. 2 ലക്ഷം ഓടിയുണ്ട്. എന്ത് വിലക്ക് കൊടുക്കാം? 5,70,000 കൊടുക്കാം. പേപ്പർ ആയതല്ലേ? നമ്പർ ആയ വണ്ടി. 570. അതെ. നെഗോഷ്യബിൾ ആവുമോ? എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? നല്ല വൃത്തിയുള്ള ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. അടുത്തത് ഓഡി A4 അല്ലേ? 2013 മോഡൽ. 13 A4 ആണ്. അതായത് പ്രീമിയം വണ്ടിയിൽ ഏറ്റവും വില കുറച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ ഓഡി? ഇത് കിലോമീറ്ററോ? കിലോമീറ്റർ 50,000 കിലോമീറ്റർ. എനിക്ക് തോന്നുന്നു എസ് ലൈനാ അന്നത്തെ ടോപ്പ് വണ്ടി കേട്ടോ. അതെ. നല്ല നീറ്റാണ്. ഇന്ത്യയിൽ ഒന്നും ഒരു കുറ്റം പറയാനില്ല. ഇത് കിലോമീറ്റർ പറഞ്ഞാൽ കിലോമീറ്റർ 80,000. 80 അല്ലേ? ജെനുവിനാ? പറയാൻ പറ്റില്ല, പുറത്തുനിന്ന് വരുന്ന വണ്ടിയല്ല. അതെ, സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ലോണം ചെക്ക് ചെയ്യാം കേട്ടോ. നല്ലോണം ചെക്ക് ചെയ്യണം. ഷോറൂമിലൊക്കെ കൊണ്ടുപോയിട്ട് നല്ല പ്രീമിയം കാറൊക്കെ കൊണ്ടുപോയിട്ട് അവരെ കൊണ്ടുപോയി ചെക്ക് ചെയ്യണം. ഞാൻ ഇവിടുന്ന് എടുക്കുന്ന വണ്ടിയാണെങ്കിൽ ഞാൻ അവരോട് പറയുന്നത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഷോറൂമിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യണം. അത്രയും ഉള്ളിലുള്ള അവസ്ഥ എന്താ നമുക്ക് അറിയില്ല. ഒരുവിധം കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നല്ലാതെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇല്ലല്ലോ? അതൊന്നുമില്ല. ഗ്യാരണ്ടി. ടോട്ടൽ ലോസ് ബ്ലഡ് ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. ശരി. അതായത് പിന്നെ 2013 വണ്ടി A4 ന്യൂ ഷേപ്പ്. ന്യൂ ഷേപ്പ് തന്നെ അല്ലേ? ന്യൂ ഷേപ്പ് തന്നെ, വൃത്തിയുള്ള വണ്ടി. വിലയോ? വില ഇത് നമുക്ക് 6,25,000 കൊടുക്കാം. പേപ്പർ ആക്കിട്ടോ? അല്ല, NOC. പേപ്പർ 2 ലക്ഷത്തിന്റെ അടുത്ത് ടാക്സും വരും. 240 230 അങ്ങനെ വരും അല്ലേ? ഇത് ഫെബ്രുവരി ആണ്. അപ്പൊ 2-10 വരുള്ളൂ അല്ലേ? അതെ, വരും ഏകദേശം. ഈ ഒരു വർഷം കഴിഞ്ഞല്ലോ. അങ്ങനെ സംഭവം ഉണ്ട്. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് NOC എടുത്ത് ആ വർഷം ടാക്സ് അടക്കണ്ട അല്ലേ? അങ്ങനെ അടിപൊളി. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ. 6,25,000 വണ്ടി നിങ്ങൾക്ക് എടുക്കാം. 6-2-8 സംതിങ് നമുക്ക് ഇവിടെ പേപ്പർ ആക്കി എടുക്കാം അല്ലേ? 13 വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നോക്കിക്കോ. അടുത്തത് ഒരു E-ക്ലാസ് അല്ലേ? 2010 കേരള നമ്പർ ആയ വണ്ടിയാണ്. 10 E-ക്ലാസ്. അത് പഴയ ഷേപ്പ് വണ്ടി കേട്ടോ. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പുതിയ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ പറ്റും. നോക്കിയാൽ 4 കട്ടുംപുത്തൻ ടയറുണ്ട്. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ഇപ്പൊ പുതിയ ഷേപ്പിനേക്കാളും ഈ ഷേപ്പ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഇതില് 2015 വരുന്ന ഷേപ്പിലേക്കും കൺവേർട്ട് ചെയ്യാം, 2020 വരുന്ന ഷേപ്പിലേക്കും കൺവേർട്ട് ചെയ്യാം. അതാണ് ഗുണം. നല്ല അടിപൊളി ഇന്ത്യൻ ആട്ടാ. സീറ്റ് കവർ ലേശം ചില ഭാഗത്തൊക്കെ സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടെന്നുള്ളൂ. കമ്പനി സീറ്റ് കവർ അതുപോലും മാറിയില്ല അല്ലേ? അതെ. അത്യാവശ്യം മൈലേജ് കിട്ടും. അതാണ് ഇതിന്റെ ഒരു ഗുണം. അതുണ്ട്. ഒരു 17-18 എന്തായാലും കിട്ടൂലേ? 17-18 കിട്ടേണ്ടതാണ്. ഹൈവേ കേട്ടോ, ട്രാഫിക്കിലൊന്നും കിട്ടൂല. നല്ല നീറ്റാട്ടോ വണ്ടി, നല്ല ക്ലീൻ ആണ്. E250 ആണോ? E250 അല്ലേ? ഓക്കെ. അതായത് ബെൻസ് എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെയും മനസ്സിലെത്തുന്നത് ഈ ഒരു ഷേപ്പ് അല്ലേ? ബെൻസിന്റെ ഒരു തനത് ലുക്കാണിത്. ഇത് നമുക്ക് എന്ത് വില വരും? ഇത് നമ്മള് 6 ലക്ഷത്തിന് കൊടുക്കാം. അതായത് മോഡൽ ഏതാ നിങ്ങൾ പറഞ്ഞത്? 2010 കേരള നമ്പർ ആയ വണ്ടി. നമ്പർ ആയതാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,07,000 കിലോമീറ്റർ. 1,700 ഓടി. അത് ജെനുവിനാണെന്നും പറയുന്നില്ല. എല്ലാ ഭാഗങ്ങളും മാർക്കിംഗ് അല്ലേ? പുതിയത് എടുക്കും. ഏതാ? 2030 വരെ പേപ്പർ എടുത്ത് കൊടുക്കാം. എടുത്തിട്ടാണ് 6 ലക്ഷം രൂപ. 6 ലക്ഷം. അതായത് NOC ഒന്നല്ല പറയുന്നത്, ഈ വണ്ടി പേപ്പർ ആയ വണ്ടിയാണ്. 6 ലക്ഷം രൂപയ്ക്ക് ബെൻസ് അല്ലേ? 2030 വരെ പേപ്പർ എടുത്ത് കൊടുക്കാം. എടുത്തിട്ട് അടിപൊളി. ഒന്ന് ആലോചിക്കണം, ഒരു മാരുതിയുടെ സ്വിഫ്റ്റിന്റെ പൈസക്ക് നിങ്ങൾക്ക് ഇതാ ബെൻസ് എടുത്തോളൂ. അത്രയും വലിയ വണ്ടി. സെറ്റപ്പിൽ വീട്ടിലൊക്കെ നിർത്തിയിടാൻ പറ്റിയ ഒരു സെറ്റപ്പ് വണ്ടിയാണ്. അതായത് ഓടിയിലും കാണാനുണ്ടല്ലോ. അതെ. ഓക്കെ. അത് നിങ്ങൾ നോക്കിക്കോട്ടെ, നല്ല കിഡിലൻ സാധനം. അപ്പൊ കല്യാണത്തിനൊക്കെ പോകാനൊക്കെ ചെറിയ പൈസക്ക് സ്വിഫ്റ്റ് എടുക്കുന്ന പൈസക്ക് ഒരു ആഡംബരത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. അതായത് ഇതിൽ പോയി ഇറങ്ങുന്നത് ഒരു സ്വിഫ്റ്റ് പോയി ഇറങ്ങുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതാണ് ഈ പ്രീമിയത്തിന്റെ ഒരു ഗുണം. അപ്പൊ ഈ ഒരു എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി ഓടി Q3 2013 മോഡൽ സൺറൂഫ് ഉള്ള ഓട്ടോമാറ്റിക്. ക്വാർട്ടർ ആണോ ഇത്? പനോരമിക് റൂഫ് ഉള്ള വണ്ടിയാണ്. അല്ല, ക്വാർട്ടർ അല്ലേ? അതെ. 4 വീൽ വണ്ടി കേട്ടോ. അതായത് Q3 എന്ന് പറയുമ്പോൾ ഒരു എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം അല്ലേ? അതെ. സംഭവം ഓടിയാണോ എന്ന് ചോദിച്ചാൽ ഓടിയാണ്. മൈലേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എസ്ലൈനാ? ടോപ്പ് അല്ല, അതിന്റെ താഴെയുള്ള വണ്ടി. ഏറ്റവും ടോപ്പിന് താഴെയുണ്ട്. പക്ഷെ എല്ലാവിധ ഫീച്ചേഴ്സും വരും. പക്ഷെ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല. പനോരമിക് റൂഫാണ്. പനോരമിക് സൺറൂഫ് വരും. ഇതുണ്ടോ? ഇത് മോഡൽ ഏതായിരുന്നു? 13 മോഡൽ. ഓടിയതോ? ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയറാണ്. 1,20,000 കിലോമീറ്റർ. 1,20 ജെനുവിനാന്ന് പറയുന്നില്ല, ചെക്ക് ചെയ്തോളുക. ആ ഹെഡ്ലൈറ്റ് ഒന്ന് പോളിഷ് ചെയ്യണ്ട. പോളിഷ് ചെയ്താൽ നല്ല അടിപൊളിയാവും കേട്ടോ. പിന്നെ മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല. മേജർ ആയിട്ടുള്ളതൊന്നുമില്ല. എന്ത് വിലയുണ്ട്? ഇത് നമ്മൾ 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപ നെഗോഷ്യബിൾ ആവുമോ? 9 ലക്ഷം ലോണും കിട്ടും വണ്ടി. 9-നുള്ളിൽ കൊടുക്കൂലേ? അല്ല, 10-നുള്ളിൽ കൊടുക്കൂല. 10-നുള്ളിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഇൻഷുറൻസ് തീർന്നിരിക്കാണ്, പുതിയ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്തു കൊടുക്കാം. ഒരു 12-13 IDV നമുക്ക് പുതിയ എടുത്തു കൊടുക്കാം. അടിപൊളി. അപ്പോൾ മാക്സിമം ലോണും കയറും അല്ലേ? അതെ. അപ്പോൾ എന്തായാലും നോക്കിക്കോട്ടെ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു Q3 ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ പ്രീമിയം വണ്ടികളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഇത്രയും വണ്ടികൾ നമ്മളിപ്പോൾ കാണിച്ചു തന്നു. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വൃത്തിയുള്ള വണ്ടികളാട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ നമ്പർ വെച്ചിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും നിങ്ങൾ? എല്ലാം അയച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ എന്തായാലും PMA കാർസ് വിട്ടുപോണ്ട, ഫുൾ ഡീറ്റെയിൽസ് തരാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ PMA കാർസിലെ വണ്ടികളൊക്കെ? അടിപൊളിയല്ലേ? നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അറ്റം വില കുറച്ചിട്ടാണ് ഇപ്രാവശ്യം ഇവരെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞതിനേക്കാളും വില കുറച്ച് കൊടുക്കില്ല. മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതാണ്
മാക്സിമം വില കുറച്ച് നിങ്ങൾക്ക് നല്ല വണ്ടികളെ തരുള്ളൂ, അത് ഗ്യാരണ്ടി ആണ്. നല്ല വണ്ടികൾ ഞാൻ എടുത്തെടുത്ത് പറയുന്നതിന്റെ കാരണം നല്ല വണ്ടികൾ മാത്രമേ യൂസ് പർച്ചേസ് ചെയ്യുമ്പോൾ നോക്കാവുള്ളൂ അല്ലേ. ഒരു 10 രൂപ കുറവാന്ന് അപ്പുറത്ത് പോയിട്ട് പൊട്ട വണ്ടി എടുക്കാൻ നിൽക്കണ്ട. ചെക്ക് ചെയ്തിട്ട് എടുക്കാം. വർക്ക്ഷോപ്പിൽ എവിടെ കാണിക്കാനുള്ള ഓപ്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിച്ച് നോക്കാം, ചെക്ക് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും നമ്മൾ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് തന്നെ മാക്സിമം ആർക്കെങ്കിലൊക്കെ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുക. നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി ഇതുവരെയൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കുക. എടുക്കണം ഞാൻ ആരോടും പറയാറുണ്ട്, കയറി നോക്കുക, നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട മാത്രം എടുക്കുക. ചെക്ക് ചെയ്യണം, ഫുൾ എല്ലായിടത്തും ചെക്ക് ചെയ്യണം. ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അറിയാത്ത ആളുകളാണെങ്കിൽ വർക്ക്ഷോപ്പ് കമ്പനിയിലോ ടയോട്ടയിലോ അല്ലെങ്കിൽ നല്ല കോഴിക്കോടോ തൃശ്ശൂർ എവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക്ഷോപ്പ് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരാൻ അല്ലെങ്കിൽ കൂടെ വന്നിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണേ ചെക്ക് ചെയ്യാം. ഓക്കെ, എന്ത് കാര്യങ്ങൾക്കും ഇവര് വളരെ നിങ്ങളെ കൂടെ നിൽക്കൂട്ടോ. ഡൽഹിയിലൊക്കെ വണ്ടി എടുത്തിട്ട് പേപ്പറിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പേപ്പറിന്റെ സംവിധാനം നമ്മൾ ചെയ്യുന്നുണ്ട്. പേപ്പർ NOC കിട്ടാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ചെലാൻ പെൻഡിങ് ഉള്ള ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ട് ഒരുപാട് പേപ്പറുകൾ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും അങ്ങനത്തെ എന്ത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോട്ടോ. അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്പർ വെച്ചിട്ട് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചോളൂ. അടുത്തൊരു കിടിലൻ വീഡിയോ നമ്മുടെ ഈ ഒരു ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാ മാസവും വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.